രാഷ്ട്രീയ പ്രമേയം, രാഷ്ട്രീയ സംഘടനാ രേഖ, രാഷ്ട്രീയ അവലോകനം എന്നിവയിലെ കമ്മീഷൻ യോഗം പൂർത്തിയായി. ഇത്തവണ ഭരണഘടനാ ഭേദഗതി ഉണ്ടാകില്ലെന്നും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ പറഞ്ഞു. പാർട്ടി പരിപാടികൾ പുതുക്കി നിശ്ചയിക്കുന്നത് പാർട്ടി കോൺഗ്രസ് കമ്മീഷനെ നിയമിക്കുമെന്നും ആനി രാജ പറഞ്ഞു. 21-ന് ആരംഭിച്ച പാർട്ടി കോൺഗ്രസിൽ കരട് രാഷ്ട്രീയ പ്രമേയം, സംഘടനാ റിപ്പോർട്ട്, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് എന്നിവയിലെ ചർച്ചയ്ക്ക് പിന്നാലെയാണ് രാഷ്ട്രീയ പ്രമേയം, സംഘടനാ രേഖ, രാഷ്ട്രീയ അവലോകനം എന്നിവയിലെ കമ്മീഷൻ യോഗം ചേർന്നത്. ഭേദഗതികൾ ഉൾപ്പെടെ നിർദ്ദേശിച്ച് കമ്മീഷൻ യോഗം പൂർത്തിയായി. അതേസമയം ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിൽ ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാകില്ലെന്ന് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ പറഞ്ഞു. ഭരണഘടനാ ഭേദഗതി അത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി എന്തെങ്കിലും അങ്ങനെ ഒരു കമ്മീഷൻ വേണമെങ്കിൽ അത് 2 മാസത്തിന് മുന്നേ അമെൻമെൻറ്റ്സ് വന്നിരിക്കണം. അത് ആ അമെൻമെൻറ്റ്സ് വന്നെങ്കിൽ അങ്ങനെ ഒരു അമെൻമെൻറ്റ്സ് ആ രീതിയിൽ ഒരു അമെൻമെൻറ്റ്സും നമുക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി പ്രോഗ്രാം, ആ പാർട്ടി പ്രോഗ്രാം ഇപ്പോൾ അത് ഇന്ന് രാജ്യത്തും ലോകത്ത് തന്നെയും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാം, ആ പ്രോഗ്രാം അത് ഫൈനലൈസ് ചെയ്തപ്പോൾ അത് അന്നുണ്ടായിരുന്ന പോണ്ടിച്ചേരി കോൺഫറൻസിലാണ് ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്തത്. അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. പാർട്ടി പരിപാടികൾക്കായി പുതിയ കമ്മീഷനെ പാർട്ടി കോൺഗ്രസ് നിയമിക്കും. പാർട്ടി പരിപാടികൾ തയ്യാറാക്കിയ ശേഷം വളരെയധികം മാറ്റങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയ രംഗത്തുണ്ടായ സാഹചര്യത്തിലാണ് പുതിയ കമ്മീഷനെ നിയമിക്കുന്നത്. അത് പലവിധത്തിലും സാമാന്യ ജനജീവിതത്തെ ബാധിക്കുന്നത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഞങ്ങളുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ തന്നെ ചില ഭാഗങ്ങൾ ഒട്ടുമേ നമ്മൾ എന്ന് റിലീസ് ചെയ്തോ അന്നുള്ളതുമായി അതിനോട് ഒരു വിധത്തിലും ചേരാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ആ ഞങ്ങളുടെ പാർട്ടി പ്രോഗ്രാം അതും അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരു കമ്മീഷനെ നിശ്ചയിച്ചിട്ടുണ്ട്. സമാപന ദിവസമായ നാളെ ചർച്ചകൾക്കുള്ള മറുപടിക്ക് പിന്നാലെ ദേശീയ കൌൺസിലിനെ തെരഞ്ഞെടുക്കും. ദേശീയ കൌൺസിൽ യോഗം സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തെരഞ്ഞെടുക്കും. ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഫെഡറലിസത്തിന് എതിരായ അക്രമം തടയുക, ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരായ അക്രമം തടയുക ഉൾപ്പെടെ 6 പ്രമേയങ്ങൾ ഇന്ന് പാസാക്കി. കൈരളി ന്യൂസ്, ചണ്ഡീഗഡ്.